നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമില്ലാത്തവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഭരണത്തെയും ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഈ നടപടിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ഫെഡറൽ തത്വങ്ങൾക്കും എതിരായി സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങൾ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട അർഹമായ വിഹിതമോ പദ്ധതികളോ കൊടുക്കാതെ എല്ലാവിധത്തിലും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വലിഞ്ഞു മുറുക്കുകയാണ്. കടമെടുപ്പ് പദ്ധതിയും അകാരണമായി വെട്ടിക്കുറയ്ക്കുകയാണ്. പദ്ധതി വിഹിതം, നികുതി വിഹിതം എന്നിവയിലുള്ള വെട്ടിക്കുറയ്ക്കൽ, കുടിശ്ശിക തുടങ്ങിയതിലുള്ള കുറവ് മൂലം കഴിഞ്ഞ ഒരു വർഷം 61,624 കോടിയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടത്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ 11,624 കോടി രൂപ മിച്ചമുള്ള സംസ്ഥാനമായി കേരളം മാറും. ഇത്തരത്തിൽ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനും കടുത്ത വിവേചനത്തിനുമെതിരെ ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള എംപിമാരും കേരളത്തിലെ MLA-മാരും രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു ജനകീയ സമരം നടത്തുകയാണ്. കേരള ജനത ഒന്നാകെ ഈ സമരത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. നമുക്ക് അർഹതപ്പെട്ട് നേടിയെടുക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് പൊരുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണ ആത്മാർത്ഥമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.